സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുണ്ടായ പ്രധാന കാരണം എന്തെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കുറച്ച് മുൻപ് കണ്ടൊരു ലൈവ് വീഡിയോ ആണ്. അത് മുഴുവനായിട്ട് ഞാൻ കണ്ടില്ല. കാരണം ആ സ്ത്രീയുടെ ആ ഒരു ചെറ്റത്തരങ്ങൾ കേൾക്കാൻ അല്ലെങ്കിൽ തന്തയില്ലായ്മ കേൾക്കാനായിട്ട് വലിയൊരു താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ മുഴുവനായും കണ്ടില്ല. പക്ഷേ അതിൽ ചില വരികൾ അല്ലെങ്കിൽ ചില ഭാഗങ്ങൾ ഞാനൊന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത സമയത്ത് കേൾക്കാനിടയുണ്ടായി. അത് വേറെ ആളുടെ വീഡിയോ ഞാൻ കാണാനിടയുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ചെയ്തത് ഇത് വേടനെ പറ്റി പറഞ്ഞു എന്നാണ്. അപ്പോൾ അത് വേടനെ പറ്റിയാണോ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ വിഷയത്തിൽ ഈ കത്തി നിൽക്കുന്നൊരു വ്യക്തി വേടനാണ്. അപ്പോൾ അത് വെച്ച് നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കുകയാണെങ്കിൽ നീ മറ്റവനല്ലടാ, കാക്കയുടെ നിറമുള്ള നീ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഈ രാമകൃഷ്ണനെ പറ്റി പറഞ്ഞത് കുറച്ചു കാലങ്ങൾക്ക് മുൻപാണ്, ഒരു വർഷത്തോളമായി RLV രാമകൃഷ്ണനെ പറ്റി പറഞ്ഞത്. അതിനുശേഷം ഈ ലൈവിൽ വന്നിട്ട് ഇവർ ഈ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൂടുതൽ ആളുകളും ഈ ഫോട്ടോ വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ DP വെച്ചിരിക്കുന്ന വേടന്റെ ഫോട്ടോ തന്നെയാണ്, അല്ലെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വേടന്റെ ഫോട്ടോ ആയിരിക്കണം ഒരു പക്ഷേ വെച്ചിരിക്കുന്നത്. അതിനായിരിക്കണം ഇവർ പറഞ്ഞിരിക്കുന്നത് നിനക്ക് കാക്കയുടെ നിറമല്ലേടാന്ന്. സുഹൃത്തുക്കളെ, ആൾ മറ്റാരുമല്ല, അതായത് സ്വന്തം മുടി പോലും വെളുത്തിരിക്കുന്ന ഇഷ്ടമല്ലാതെ കറപ്പിക്കുന്ന, അത് ഫോണിൻ്റെ കവർ പോലും കറുത്ത കവർ മേടിച്ചിട്ടിട്ടുള്ള, ഇടുന്ന ഡ്രസ്സിൽ പോലും കറുപ്പുള്ള, എന്നാൽ കറുപ്പിനെ ഇഷ്ടമല്ലാത്ത കറുത്ത ആളുകളെ കണ്ടു കഴിഞ്ഞാൽ കാക്കയുടെ നിറമാണെന്നും അവരുടെ കുലത്തിനെ കുറ്റം പറയുകയും അവരുടെ അച്ഛനെയും അമ്മയും കുറ്റം പറയുകയും അവരുണ്ടായ രീതിയെ കുറ്റം പറയുകയൊക്കെ ചെയ്യുന്ന, രാത്രിയെ അഗാധമായി പ്രണയിക്കുന്ന, പേരിൽ സത്യം എന്നുള്ള ഒരു കാര്യം കൂടി ചേർത്തിട്ടുള്ള, വാ തുറന്നാൽ കള്ളവും അസഭ്യവും മാത്രം പറയുന്ന കലാമണ്ഡലം എന്നുള്ള പേരിനെ അനർത്ഥമാക്കാനായിട്ട് പേരിൻ്റെ മുൻഭാഗത്ത് കലാമണ്ഡലം എന്നുള്ള ഒരു പേരും കൂടി ചേർത്തിട്ടുള്ള, ഏകദേശം പറഞ്ഞു വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് ആളുടെ പേര് മനസ്സിലായി കാണും, സത്യഭാമ. അതായത് സത്യം മാത്രം വിളിച്ച് പറയുന്ന ഭാമ അല്ലെങ്കിൽ അങ്ങനെയുള്ളവൾ എന്നൊക്കെ ആയിരിക്കും ആ പേരിൻ്റെ അർത്ഥം. എന്താണെന്ന് അറിയില്ല, അവരുടെ അച്ഛനും അമ്മയും എന്താണ് ഉദ്ദേശിച്ചത് നമുക്കറിയില്ല. പക്ഷേ ഈ സത്യം മാത്രം വിളിച്ച് പറയുന്ന അല്ലെങ്കിൽ സത്യഭാമ എന്ന് പേരിട്ടിട്ട് ആ പേരിന് പുല്ല് വില കൊടുക്കുന്ന ഒരു തരത്തിലുള്ളൊരു സ്വഭാവമുള്ള ഒരു സ്ത്രീ എന്ന് പോലും ഇവരെ വിളിക്കാൻ പറ്റില്ല, ഒരു വല്യമ്മ, ഒരു അമ്മൂമ്മ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. അങ്ങനെയുള്ളൊരു കിളവി വന്നിട്ട് പറയുകയാണ്, നിനക്ക് കാക്കയുടെ നിറമല്ലടാ, നീ കറുത്തിട്ടല്ലടാ ഇരിക്കുന്നതെന്ന്. ഇവരുടെ ഒരു പരാമർശം കാരണം ഒരു വർഷം മുൻപ് ഇവർക്കെതിരെ ഒരു കേസ് എടുത്തതാണ്. അതേപോലെ തന്നെ കലാമണ്ഡലത്തിൽ നിന്നൊരു നോട്ടീസ് ഇവർക്ക് വന്നതാണ്, കലാമണ്ഡലത്തിന്റെ പേര് അനർത്ഥമാക്കാൻ പാടില്ല. ആ നോട്ടീസിന്റെ ഉള്ളടക്കം ഇങ്ങനെയാണ്: കലാമണ്ഡലം സത്യഭാമയുടേതായി നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന പ്രസ്താവനകളും പ്രതികരണങ്ങളും നിലപാടുകളും കേരള കലാമണ്ഡലം പൂർണ്ണമായും നിരാകരിക്കുകയും അപലപിക്കുകയും ചെയ്യുന്നു. ഒരു പരിഷ്കൃത സമൂഹത്തിന് നിരക്കാത്ത ഇത്തരം പ്രസ്താവനകൾ നടത്തുന്ന വ്യക്തികളുടെ പേരിനൊപ്പം കലാമണ്ഡലത്തിന്റെ പേര് ചേർക്കപ്പെടുന്നത് സ്ഥാപനത്തിന് കളങ്കമാണ്. കേരള കലാമണ്ഡലത്തിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നതിനപ്പുറം ഇവർക്ക് കലാമണ്ഡലവുമായി നിലവിൽ ഒരു ബന്ധവുമില്ലെന്ന് പ്രസ്താവിക്കുന്നു എന്ന് പ്രൊഫസർ B അനന്തകൃഷ്ണൻ, വൈസ് ചാൻസലർ, ഡോക്ടർ രാജേഷ് കുമാർ P, രജിസ്ട്രാർ. അപ്പം അങ്ങനെയാണ് 21/3/2024 പത്രക്കുറിപ്പ് കേരള കലാമണ്ഡലത്തിൽ നിന്ന് ഈ പറയുന്ന സത്യഭാമയ്ക്ക് വന്നത്. അന്നു മുതൽ ഇന്ന് വരെയും ഇവർ ഈ പേര് മാറ്റിയിട്ടില്ല. അവരുടെ ഫേസ്ബുക്കിലും എല്ലായിടത്തുമുള്ള പേര് കലാമണ്ഡല സത്യഭാമ എന്ന് തന്നെയാണ്. കലാമണ്ഡലം സത്യഭാമ, കലാമണ്ഡലത്തിൻ്റെ പേര് വീണ്ടും ഇവർ കളങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരെന്താണ് പറഞ്ഞതെന്നുള്ളത് ഞാൻ ആദ്യം ഒന്ന് പ്ലേ ചെയ്യാം. അതായത് സത്യഭാമയായിട്ടുള്ള കലാമണ്ഡലത്തിലെ അവിടുത്തെ അങ്ങേയറ്റം ഭയങ്കരമായിട്ട് അങ്ങ് ഉള്ളിലേക്ക് ഇങ്ങനെ ആവാഹിച്ചെടുത്തിട്ടുള്ള സത്യഭാമ എന്ന് പറയുന്ന അമ്മച്ചിക്ക് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് നമുക്ക് ആദ്യം ഒന്ന് കേട്ട് നോക്കാം. ലൈവിൽ വന്നപ്പോൾ ഇവരുടെ അടുത്ത് ലൈവിൽ കുറേ കാര്യങ്ങൾ പറയുന്നു. ഇവർ പറയുന്ന പരാമർശങ്ങൾ ഇഷ്ടപ്പെടാത്ത ആളുകൾ പറയുന്ന കാര്യങ്ങൾക്ക് ഇവർ കൊടുക്കുന്നൊരു മറുപടിയാണ്. ഇവരുടെ ഫേസ്ബുക്ക് നോക്കി അറിയാൻ പറ്റും. എനിക്കൊന്ന് അവസാന കാലഘട്ടങ്ങളായി അല്ലെങ്കിൽ അവസാന സമയങ്ങൾ എക്സ്പയറി കഴിയാറായി. ആ സമയത്തുള്ള ചെറിയ ചോരത്തിളപ്പായിരിക്കണം ഇവർ ഈ കാണിക്കുന്നത്. കമന്റ് ഇടുന്ന എല്ലാവരെയും ചീത്ത വിളിക്കുക, അവരുടെ വീട്ടുകാരെ കുറ്റം പറയുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് സ്ത്രീ കാണിച്ചു കൂട്ടുന്നത്. ഒരു സ്ത്രീ എന്ന് പോലും വിളിക്കാൻ പറ്റില്ല. ഒരു കറുപ്പിനോട് ഇഷ്ടമല്ലാത്ത അത്രയും വിമുഖതയുള്ള സ്ത്രീ നിങ്ങൾ എന്തിനാണ് പിന്നെ നിങ്ങളുടെ മുടി കറുപ്പിച്ച് നടക്കുന്നത്? നിങ്ങളിടുന്ന വസ്ത്രത്തിൽ എന്താണ് ഇത്ര കറുപ്പ്? അതിനൊന്നും ഒരു വിഷമമില്ല. ഒരാൾ കറുത്തിട്ടുണ്ടെങ്കിൽ അവനൊരു കലാപരമായിട്ട് കഴിവില്ലാത്തവനാണ്, അല്ലെങ്കിൽ സമൂഹത്തിൽ അവന് ജീവിക്കാൻ അവകാശമില്ലാത്തവനാണ് എന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത്. ഇതിനെതിരെയൊക്കെ തന്നെയാണ് വേടൻ സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീ വേടനെ പറ്റി തന്നെയാണ് പറഞ്ഞതെന്നുള്ളത് നമുക്ക് ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമുക്ക് ആ ലൈവ് ഒന്ന് കണ്ടു നോക്കാം. അതിനുശേഷം അമ്മച്ചിയുടെ സ്വഭാവം എന്താണെന്നുള്ളത് പല വീഡിയോകൾ RLV രാമകൃഷ്ണനെ പറഞ്ഞതും ഈ തവണ ഈ പറയുന്ന മാധ്യമ പ്രവർത്തകരോട് ഇവർ പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് പോവാം. എന്താണോ ഒറ്റയ്ക്കിടാ ഞാൻ കലാമണ്ഡലത്തിലെ മുന്നിലൂടെ ബസ്സിൽ പോയത് കൊണ്ടാണ് ഇവരുടെ പേരിൻ്റെ കൂടെ കലാമണ്ഡലം. പോടാനായേ, നിനക്ക് എന്തെന്ന് അറിയണം? നിനക്ക് ബസ്സിൽ പോകണ്ടടാ, അസലായിട്ട് അന്തസ്സായിട്ട് അധ്വാനിച്ച് സർട്ടിഫിക്കറ്റ് മേടിച്ച ആളെ ഞാൻ അവിടെ. നിനക്ക് എന്താ അറിയാം? നിനക്ക് കലയായിട്ട് വല്ല ബന്ധം ഉണ്ടടാ ലിനു? അതിൻ്റെ മുമ്പിൽ കൂടെ പോയാൽ സർട്ടിഫിക്കറ്റ് കിട്ടും. അങ്ങനെയാണോ നിനക്ക് നിന്റെ ഭാര്യയ്ക്ക് നിന്റെ അമ്മയ്ക്കൊക്കെ കിട്ടിയത് സർട്ടിഫിക്കറ്റ്? നിന്റെ അമ്മ കല്യാണം കഴിച്ചതേ അങ്ങനെ വല്ല സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ടാണോ നിന്നെ ഉണ്ടാക്കിയത്? ആണോടാ? ജനിക്കുകയാണെങ്കിൽ നല്ല തന്തയ്ക്കും തള്ളയ്ക്കും ജനിക്കടാ ലിനു കേട്ടോ. എന്നിട്ട് നീ പറഞ്ഞിട്ട് വാ, നിന്റെ അമ്മയ്ക്കുള്ളതിനൊക്കെ ഒന്നും കൂടുതലില്ലടാ എനിക്ക്, അല്ലെങ്കിൽ നീ ഒന്ന് നോക്കിയിട്ട് വാ കേട്ടാ. നീ ഇതിൻ്റെ പുറകെ ഇട്ടിട്ട് വാ നീ കമൻറ്റ്. പക്ഷെ കൂടുതലുണ്ടല്ലോ സത്യഭാമേ.
അഹങ്കാരവും തന്തയില്ലായ്മയും കൂടുതലല്ലേ നിനക്ക്? അതല്ലേ നീ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരാളെ ലൈവിൽ വന്നിട്ട് അവൻ്റെ അച്ഛനെ അമ്മയൊക്കെ പറയാനായിട്ട് അവൻ പറഞ്ഞൊരു സത്യമല്ലേ? കലാമണ്ഡലം പോലും പറഞ്ഞു അവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥി ആയിരുന്നു സത്യഭാമ എന്നതിനപ്പുറം കലാമണ്ഡലവുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ലെന്ന് കലാമണ്ഡലത്തിൽ നിന്ന് തന്നെ ഒരു നോട്ടീസ് വന്നിട്ടും സത്യഭാമ പറയുകയാണ് ഞാൻ അവിടുത്തെ വിദ്യാർത്ഥിയാണ്, എനിക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുള്ളത്. ഇങ്ങനത്തെ കൊള്ളരുതായ്മയും വൃത്തികേടും പറയാനല്ല സത്യഭാമ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തന്നിരിക്കുന്നത്. ആ സർട്ടിഫിക്കറ്റ് തന്നിരിക്കുന്ന അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി, അവിടെ പഠിച്ചിറങ്ങിയ ആർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാം? അങ്ങനെ ഉള്ളതുകൊണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ കറുത്തവരെ ഇഷ്ടമല്ല വെളുത്തവരെ മാത്രമേ ഇഷ്ടമുള്ളൂ എന്ന് പറയുന്ന ചേച്ചി, നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങളുടെ നിഴലിന് കറുപ്പല്ലേ? നിങ്ങൾ ഇനി അതിന് വൈറ്റ് വാഷ് അടിക്കുമോ? ചേച്ചിയുടെ വിചാരം കണ്ടാൽ തോന്നും ചേച്ചി മൊത്തത്തിൽ അങ്ങ് വെളുത്ത് തുടുത്തങ്ങിയിരിക്കുകയാണെന്നുള്ളത്. കണ്ണും മുടിയും എല്ലാം കറുപ്പിച്ച് വെച്ചിട്ട്, അല്ലെങ്കിൽ കണ്ണു പോലും കറുത്താണ്, എന്നിട്ട് പറയുകയാണ് കറുപ്പിനെ എനിക്ക് ഇഷ്ടമല്ല, കാക്കയുടെ നിറമാണ്. കാക്കയ്ക്ക് എന്താണ് കുഴപ്പം? കാക്ക എന്ന് പറയുന്ന ഒരു ജീവി വൃത്തിയാക്കുന്ന ഒരു ജീവിയാണ്, എല്ലാ സ്ഥലങ്ങളും ഓടി നടന്ന് വൃത്തിയാക്കുന്ന ഒരു ജീവിയാണ്. അതിനെ പോലും അതിൻ്റെ പേര് പോലും പറയാനുള്ള ഒരു യോഗ്യത നിനക്കൊന്നും ഇല്ല. നിൻ്റെയൊക്കെ വായിലും അല്ലെങ്കിൽ നിൻ്റെയൊക്കെ മനസ്സിലുള്ള ഒരു കുഷ്ഠം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് എത്രത്തോളം ആണെന്നുള്ളത് നമ്മളിവിടെ കാണുകയാണ്. അപ്പോൾ ഇതിൽ സത്യഭാമ അമ്മച്ചി പറയുന്ന വേറൊരു കാര്യമുണ്ട്, അതായത് നീ മറ്റേ അവൻ്റെ ആളല്ലടാ, നീ മറ്റേ കർത്തവനല്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത്. ആ ഒരു വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം. എന്നാടാ സുമിത്തേ അല്ലേലും പുള്ളിക്കാരി ബസ്സിലല്ല കാറിലാണ് പോവരൂ. എടാ നിനക്ക് മലയാളം പോലെ എഴുതാറിഞ്ഞൂടെടാ? ബസ്സിലല്ല കാറിലാണ് പോവരൂ. നീ ആദ്യം പോയി നേഴ്സറി പോയിരുന്ന് പഠിക്കടാ മലയാളം കേട്ടാ സുമിത്തേ. നിനക്ക് മലയാളം പോലെ എഴുതാറിഞ്ഞൂടല്ല എന്ന് ആരേലും ആ ഭൂലോക രംഭയ്ക്ക് പറഞ്ഞു കൊടുക്ക്. എടാ രംഭ തന്നെയാടാ ഞാൻ. രംഭയുടെ വായിൽ നിന്ന് വരുന്നതേ എൻ്റെ പൊന്ന് സത്യഭാമ സത്യ രംഭയെന്ന് നിന്നെ വിളിക്കണമല്ലോടി. ബാക്കി രംഭ തിലോത്തമാന്നൊക്കെ നീ കേട്ടിട്ടുണ്ടാ? ദേവലോകത്തെ സുന്ദരി. അത് ദേവലോകത്തെ സുന്ദരികൾ. ഇത് ഭൂമിയിലെ പിശാശാണ് സത്യഭാമ എന്ന് പറയുന്നത്. നീ കേട്ടിട്ടുണ്ടാ? ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ തങ്കൻ ചേട്ടനെയാണ്. ഏത് സിനിമയിലെ? ചുരുളിയിലെ തങ്കൻ ചേട്ടൻ. നീ തങ്കൻ ചേട്ടനെ കണ്ടിട്ടുണ്ടാ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അതിനുള്ള മറുപടി ബാക്കിയുള്ളത് തങ്കൻ ചേട്ടൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സത്യഭാമ നീ താങ്ങൂല. ബാക്കി കേട്ട് നോക്കാം നമുക്ക്. സുന്ദരികളാണ് രംഭ. നീ അത് അഴുക്ക പേരാന്ന് വിചാരിച്ചേക്കണ സുമിത്തെ. ഉർവശി രംഭ തിലോത്തമാന്ന് നീ കേട്ടിട്ടുണ്ടടാ? നീ ഏത് കാലത്ത് ജനിച്ചാടാ തേണ്ടി? നിന്റെ എന്താടാ പ്രൊഫൈൽ പടം നല്ല ക്ലിയർ അല്ലല്ല. നീ മറ്റവൻ്റെ കൂട്ട കറുത്തിരിക്കണവനാന്ന് തോന്നുന്നു അല്ലേ? കാക്കരെ നിറ എന്നിട്ട് തേങ്ങയുടെ ഇതിനകത്ത് ഇരിക്കണം നിന്റെ നിറം. നീ നല്ല നിറമില്ല, അതെന്ത് പറ്റി? അതോ നീ അങ്ങനെ ഇട്ടതാണോടാ സുമേഷ്? ആ ബസ്സിലടാ ആദ്യം ഈ മല്ലിക. ഇവൾക്കിത് എന്തിൻ്റെ കേടാണ്? വേറെ പേര് പറയണം. ഞാൻ പ്രായത്തിനെ ബഹുമാനിക്കുന്നതുകൊണ്ട് അതിനപ്പുറത്തേക്ക് ഞാനൊന്നും പറയുന്നില്ല. ഇവരും കറുത്ത നിറമാണല്ലോ, എന്തുകൊണ്ടാണ് നീ കറുത്തിരിക്കുന്നത് എന്നുള്ളത്. കറുപ്പിന് എന്താണ് സത്യഭാമയെ പ്രശ്നം? നിങ്ങളുടെ അച്ഛനും അമ്മയും പിതാമഹന്മാരെല്ലാവരും പൂർവികരെല്ലാവരും വെളുത്തു തൊടുത്ത ബ്രാഹ്മണ കുലത്തിൽപ്പെട്ടവരായിരുന്നോ? നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് തോന്നിവാസവും വിളിച്ച് പറയാമെന്ന് വിചാരിക്കരുതേ. ഇവർ RLV രാമകൃഷ്ണന്റെ വിഷയം വന്ന സമയത്ത് പറഞ്ഞതും RLV രാമകൃഷ്ണൻ മേക്കപ്പ് ഇട്ടുകൊണ്ട് കയറുന്നു എന്ന് പറഞ്ഞപ്പോഴും മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, മേഡം നിങ്ങൾ ഈ പറയുന്ന മോഹിനിയാട്ടത്തിന് കയറുമ്പോൾ നിങ്ങളും മുഖത്ത് മേക്കപ്പ് ഇട്ടിട്ടല്ലേ കയറാറുള്ളത്? അല്ലാതെ നിങ്ങളും കയറാറില്ലല്ലോ. അപ്പം നിങ്ങളും സൗന്ദര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളും മുഖം മിനുക്കിയിട്ടല്ലേ കയറാറുള്ളത്? അപ്പോൾ അവർ പറയുന്നത് അത് മുഖത്തിനൊരു ചന്തമുണ്ട് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. നമുക്ക് ആ ഒരു അവരുടെ അന്നത്തെ വാർത്ത കൂടി ഒന്ന് കേട്ടു നോക്കാം. കറുത്തവർ കാണാൻ കൊള്ളില്ല, ഞാൻ സൗന്ദര്യമുള്ള ആളാണെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഉള്ള ഒരു പ്രസ്താവന അതുകൂടെ ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. അല്ല, നമ്മളിപ്പോൾ ഒരു അച്ഛനും അമ്മയും കറുത്തിരിക്കുമ്പോൾ കുട്ടികൾ കറുത്തിരിക്കും. അവർ നൃത്തത്തിലേക്ക് കല പഠിക്കാൻ വരുമ്പോൾ നിങ്ങൾ മത്സരത്തിന് പോകണ്ട, പഠിച്ചോളൂ. എത്രയോ വേദികൾ ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ പള്ളികളിലോ പല സ്ഥലത്തും കളിക്കുന്ന കുട്ടികളില്ലേ, നിങ്ങൾ അങ്ങനെയൊക്കെ കളിച്ചോളൂ. മത്സരത്തിന് പോകുമ്പോ സൗന്ദര്യം എന്ന് പറഞ്ഞൊരു കോളം തരികല്ലേ. അങ്ങനെ കറുത്ത ആൾക്കാർ അതെന്തിനാ അങ്ങനെ വെക്കുന്ന? എന്തിനാ അവര്? അപ്പൊ നിങ്ങൾ ചാനലുകാർ പോയി പറ. നിങ്ങൾ ചാനലുകാര് ആ കോളം എടുത്ത് കളയാൻ പറയണം. സൗന്ദര്യം ഇപ്പൊ ഒരു മേക്കപ്പിന് ഒരു ആർട്ടിസ്റ്റിന് ഒരു കുട്ടിയെ ചെയ്യണമെങ്കിൽ 5000 രൂപ മേടിക്കണം. എന്താ അറിയോ? അതായിക്കോട്ടെ, അപ്പൊ ആ കുട്ടീനെ സൗന്ദര്യം ഉണ്ടാക്കി അങ്ങ് എടുക്കണം. മേഡം ഈ സൗന്ദര്യം സൗന്ദര്യം ഉണ്ടെന്ന് പറയുന്ന മേഡവും മേക്കപ്പ് ഇട്ടേനല്ലേ സ്റ്റേജിൽ കയറുന്നത്? മേഡം സൗന്ദര്യം ഉണ്ടെന്ന് പറയുന്ന മേഡവും മേക്കപ്പ് ഇട്ടേനല്ലേ വേദി കയറുന്നത്? ആണ്, അല്ലാതെ അപ്പൊ ആരും കണ്ടോണ്ടിരിക്കില്ല. സൗന്ദര്യം ഇല്ലാത്തവർ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ അവർക്കുള്ള സൗന്ദര്യം ഉണ്ടാക്കി എടുക്കണെന്ന്, സൗന്ദര്യം ഉണ്ടാക്കി എടുക്കുകയാണ്. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ സൗന്ദര്യം തീരെ ഇല്ലാത്തവര് പ്രത്യേകിച്ച് മോഹിനിയാട്ടത്തിലേക്ക് വരരുതെന്ന് ഞാൻ പറയുള്ളൂ. വേദിയിൽ കയറണ തെരുവിൽ കളിച്ചാൽ മതി. കയറിക്കോട്ടെ, വേദിയിൽ കയറിക്കോട്ടെ.
കണ്ടില്ലേ, സ്ത്രീ പറയുന്ന കാര്യങ്ങൾ കേട്ടില്ലേ? അതായത് നമ്മുടെ നാട്ടില് ഈ ജാതി വർണ്ണം വിവേചനം എന്നൊക്കെ പറയുന്ന സാധനം എന്നേ നിർമ്മാർജ്ജനം ചെയ്യുന്നതെന്ന് BJP ഒക്കെ അവകാശപ്പെടുമ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എത്രയോ പാവങ്ങളെ പല പല ആക്സിഡന്റും പല കാര്യങ്ങളും ഉണ്ടായി അവരെ നേരത്തെ ദൈവം വിളിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ക്രൂരന്മാരെ ദൈവം വളർത്തും പന പോലെ. അതാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൽ സത്യഭാമ പറയുന്ന കറുത്ത ആളുകൾ ജീവിക്കേണ്ട, അല്ലെ കറുത്ത ആളുകൾക്ക് തെരുവിലൊക്കെ പോയി പരിപാടി നടത്തിയാൽ മതി, ഇവർ സ്റ്റേജിൽ കയറേണ്ട. സൗന്ദര്യമുള്ള ആളുകൾക്ക് പറഞ്ഞൊരു പരിപാടിയാണ് മോഹിനിയാട്ടം, അത് സൗന്ദര്യമുള്ളവർ മാത്രം ചെയ്താൽ മതി. ഇത് പറയുമ്പോഴും അമ്മച്ചിയുടെ മുടി നോക്കി അറിയാൻ പറ്റും, നല്ല പളപളാന്ന് തിളങ്ങുന്ന രീതിയിൽ കറപ്പടിച്ച് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് വന്നിട്ടാണ് പറയുന്നത് സൗന്ദര്യമുള്ളവർ മാത്രം പരിപാടി ചെയ്താൽ മതി എന്ന്. എന്ത് സൗന്ദര്യമാണ് പെണ്ണുപിള്ള നിങ്ങളുടെ മുഖത്തുള്ളത്? നിങ്ങളെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് സൗന്ദര്യം ഉണ്ടെന്നുള്ളത്. ആരെയും ബോഡി ഷേമിംഗ് നടത്താൻ വേണ്ടി ഞാൻ പറയുന്നതല്ല. പക്ഷെ കറുപ്പിന് നിറമില്ല, കറുത്തവൻ മോശമാണെന്ന് പറയുന്ന നിങ്ങളുടെ ഈ കൊള്ളരുതായ്മയ്ക്കെതിരെ നിങ്ങളുടെ ചെറ്റ വർത്തമാനം കേട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ രീതി പറയുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഇതിനോട് താല്പര്യമുള്ള ഒരാളല്ല. അപ്പൊ കറുപ്പെന്ന് പറയുന്നത് ഇത്രയും മോശപ്പെട്ടൊരു നിറമാണെന്ന് നിങ്ങളുടെ മനസ്സിലുള്ളത് എത്രത്തോളം കുഷ്ടമാണ് നിങ്ങളുടെ മനസ്സ്. അങ്ങനെയാണെങ്കിൽ ഇരുട്ടിന് പകരം വെളിച്ചത്തെ പ്രണയിച്ചവൾ, കറുപ്പിന് പകരം വെളുപ്പിനെ പ്രണയിച്ചവൾ, മുടിയാണെങ്കിൽ പോലും വെളുപ്പിച്ചൊക്കെ വെക്കേണ്ടവളായിരിക്കണം സത്യഭാമ എന്ന് പറയുന്നത്. പേരിനൊപ്പം ആരോ നിങ്ങളുടെ അച്ഛനോ അമ്മയോ ആരെങ്കിലും ചേർത്തായിരിക്കും സത്യഭാമ എന്നുള്ളൊരു തുടക്കം. ആ സത്യഭാമ എന്ന് ചേർത്തതിനെ നിങ്ങൾ ഒരു അനർത്ഥമാക്കുന്ന രീതിയിലുള്ള ബിഹേവിയർ ആണല്ലോ പെണ്ണുപിള്ള നിങ്ങൾക്കുള്ളത്. ഒന്നുമല്ലെങ്കിൽ നിങ്ങളൊരു കലാകാരിയല്ലേ. ഒരു കലാകാരിക്ക് ഒരു കലാകാരനെ മനസ്സിലാക്കുക, അല്ലെ ഒരു കലാകാരന് മറ്റൊരു കലാകാരനെ മനസ്സിലാക്കുക എന്ന് പറയുന്നത്, കലാകാരൻ എന്ന് പറയുന്നത് ദൈവികതയുള്ള ഒരാളാണ് അല്ലേ. അങ്ങനെയുള്ളവർക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കും. ഒരു വേറൊരു കലാകാരനെ മറ്റുള്ള മനുഷ്യനെ മനസ്സിലാക്കാനായിട്ടോ അല്ലെങ്കിൽ അവരുടെ അവസ്ഥ മനസ്സിലാക്കാനായിട്ടോ അല്ലെങ്കിൽ അവരെ പറ്റി താഴ്ത്തി പറയാനോ മനസ്സുണ്ടാവില്ല. ഇത് കലാകാരനല്ലാത്ത കലാകാരനെന്ന് ഒരു സർട്ടിഫിക്കേഷൻ പോയി എടുത്തിട്ട് ആ ഒരു സർട്ടിഫിക്കറ്റ് എടുത്ത് എന്തിനാണ്? കലാകാരനാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ആ ഒരു സർട്ടിഫിക്കറ്റ് എടുത്ത് വെച്ചിട്ട് പ്രാന്തിന് സർട്ടിഫിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ എന്തും വിളിച്ച് പറയാം, അല്ലെ എന്ത് ചെയ്യാന്നുള്ളൊരു കാര്യം പറയുന്നതല്ലേ സത്യഭാമയുടെ അവസ്ഥ. ഈ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് എന്ത് തോന്നിയ ദിവസം പറയാമെന്നാണ് സത്യഭാമ വിചാരിച്ചിരിക്കുന്നത്. കലാമണ്ഡലത്തിൽ നിന്ന് ഒരു പത്രം വന്നിട്ട് പോലും സത്യഭാമ ഒതുങ്ങിയിട്ടോ അടങ്ങിയിട്ടോ ഇല്ല. സത്യഭാമയുടെ ഉള്ളിലുള്ള ജാതി വെറി വർണ്ണവെറി എല്ലാം ഈ സത്യഭാമ ലൈവിൽ വന്നുകൊണ്ട് പലരെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ വീഡിയോ എല്ലാം ഒന്നും പ്ലേ ചെയ്യുന്നില്ല, കാരണം അത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ആളുകൾക്ക് അല്ലെ എനിക്കിതിനപ്പുറത്തേക്ക് വല്ലതും പറയേണ്ടി വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നീട് കേസാവും വിഷയങ്ങളാവും. സത്യഭാമ എന്നെ എടുത്തിട്ട് ലൈവിൽ പറഞ്ഞിട്ട് ചീത്ത വിളിക്കേണ്ട ആവശ്യം വരും. പിന്നെ ഞാൻ സത്യഭാമയെ തെറി വിളിക്കേണ്ടി വരും. അങ്ങനെ തെറിയോടുകൂടി ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. എന്നാലും വേടനെ പറ്റി നിങ്ങൾ ഈ രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ അതിനുള്ള ശിക്ഷ കേരളത്തിലെ ജനങ്ങൾ തന്നെ നിങ്ങളുടെ കമന്റ് ബോക്സിൽ വന്ന് തന്നുകൊണ്ടിരിക്കും. നിങ്ങളിത് കണ്ട് വായിച്ച് നിങ്ങളുടെ അവസാനം വരെ നിങ്ങൾ ഇതിന് മറുപടിയും കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. കാരണം 3.5 കോടി ജനങ്ങൾ ഇന്ത്യയിലുണ്ടെങ്കിൽ അതിൽ 2 കോടി അല്ലെ 2.5 കോടി ജനങ്ങളും വേടനെ ഇഷ്ടപ്പെടുന്നവരോ അല്ലെങ്കിൽ ഈ പറയുന്ന നിറത്തിന്റെ പേരിലേക്ക് അടിമത്തം അനുഭവിച്ചിട്ടുള്ള ആളുകളൊക്കെ തന്നെയായിരിക്കും. അങ്ങനെയുള്ള ആളുകളുടെ അവരുടെ വിഷമങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. നിങ്ങളൊന്നും ഒരിക്കലും ഒരു കലാകാരനോ കലാകാരിയോ മനുഷ്യ സ്ത്രീയോ ഒന്നുമല്ല. നിങ്ങൾ വെറും മൃഗമാണ്. മൃഗത്തിന് പോലും ഒരു നിറമോ വർണ്ണമോ അങ്ങനെയുള്ള ജാതിയോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല. പക്ഷേ മനുഷ്യൻ എന്ന് പറയുന്നത് ഇത്രയും പുരോഗമന ചിന്തയുള്ള ആളുകൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോഴും മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്നു പറയുമ്പോൾ ഇത് തന്നെയാണ് വേടൻ പറഞ്ഞിട്ടുള്ളതും. വേടൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ജാതി മതം വർണ്ണം വിവേചനം. ഇന്ന് നിറമാണ്, നാളെ ജാതിയാവും, പിന്നെ മതമാവും, പിന്നെ മനുഷ്യനാവും എന്നുള്ള രീതിയിലേക്ക് ഇത് പോയി. ഇത് നമുക്ക് ഇനിയും കണ്ടിന്യൂ ചെയ്തുകൂടാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ജാതിപറി അല്ലെങ്കിൽ മതം അല്ലെങ്കിൽ വർണ്ണം എന്ന് പറയുന്ന സാധനം എത്രത്തോളം മനുഷ്യരുടെ ഉള്ളിലുണ്ടെന്നുള്ളത് അത് എപ്പോഴും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടോ എന്നുള്ള ചോദ്യം ചോദിക്കുന്നവർക്ക് സത്യഭാമ ഒരു ഉദാഹരണം തന്നെയാണ്. അന്ന് 1 വർഷത്തിന് മുൻപ് സത്യഭാമ ഈ പ്രസ്താവന ഇറക്കി. സത്യഭാമയ്ക്കെതിരെ കേസുമായിട്ട് ഈ പറയുന്ന നമ്മുടെ RLV രാമകൃഷ്ണനും അതോടൊപ്പം തന്നെ അവരെ അനുകൂലിക്കുന്ന അല്ലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ കൂടെ നിന്നു. എന്നിട്ട് പോലും സത്യഭാമയുടെ ഉള്ളിലുള്ള ഈ ജാതി വെറിയോ വർണ്ണ വിവേചനങ്ങളോ ഒന്നും മാറിയിട്ടില്ല. എന്തുകൊണ്ടാണ്? സത്യഭാമയ്ക്ക് ഇത്രയ്ക്ക് സംഭവിക്കാനുള്ളൂ. സത്യഭാമയെ ആരും ഒന്നും ചെയ്യില്ല. സത്യഭാമ പറയുന്നതാണ് സത്യം. സത്യഭാമയെ അനുകൂലിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടെന്നുള്ളൊരു മോശമായിട്ടുള്ളൊരു ചിന്ത, ആ ചിന്തയാണ് സത്യഭാമയെ കൂടുതലായിട്ട് ഇങ്ങനെ പ്രേരിപ്പിക്കുന്നത് ഇങ്ങനത്തെ ചെറ്റത്തരങ്ങൾ പറയാനായിട്ട്. എന്നാലും കഷ്ടം തന്നെയാണ് കേട്ടോ. ഇന്നും ഈ പറയുന്ന ജാതി മതം വർണ്ണം വിവേചനം ഇല്ല എന്ന് പറയുന്ന ആളുകൾ ഇതൊന്ന് കേട്ടു നോക്കുക. ഇതെല്ലാം മാറ്റി എന്ന് പറയുന്ന BJP ഇതൊന്ന് കേട്ടു നോക്കുക. ഇവിടെയാണ് നിങ്ങൾ ഈ പറഞ്ഞ നിർമ്മാർജ്ജനം നടന്നിട്ടുള്ളത്. ജാതിക്കും മതത്തിനും വർണ്ണത്തിനും ഒക്കെ എതിരെയുള്ളത് ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇങ്ങനത്തെ ജാതി വെറിയുള്ള തന്തയില്ലായ്മ പ്രചരിപ്പിക്കുന്ന ആളുകൾ കഷ്ടം തന്നെയാണ്.